ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ എപ്പിസോഡില് ഒത്തിരി നല്ല മൊമെന്റ്സ് ഉണ്ടാവാൻ പോവാണ് കേട്ടോ. ഒരു സർപ്രൈസ് ഉണ്ട്, പ്രേക്ഷകരെ കാത്തിരിക്കുന്നു. പക്ഷെ അത് എന്താണെന്നൊന്നും ഞാൻ ഒരു ക്ലൂ പോലും ഇപ്പൊ തരില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇത് കാണുന്ന സമയത്ത് എനിക്കും നമ്മുടെ പ്രേക്ഷകർക്കും ഒക്കെ ഒരുപാട് സന്തോഷം തരുന്ന ഒരു സർപ്രൈസ് ആയിരിക്കും ഇത്. മധുകൾ, ആര്യ ചേച്ചി, പാട്ട് പാടാനായിട്ട് നമ്മുടെ കണ്ടസ്റ്റൻസ് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക, വെയിറ്റ് ചെയ്യാൻ. അല്ല, പക്ഷെ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കാൻ നേരം ഉണ്ടല്ലോ ഒരു മിസ്സിങ് തോന്നുന്നു. വെച്ചാ സാധാരണ MJ അങ്കിൾ ഇല്ലാത്ത ദിവസം ഉണ്ണിയങ്കിൾ വരും, ഉണ്ണിയങ്കിൾ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരും, അങ്ങനെ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇത് ഒരു സീറ്റ് അവിടെ ഒഴിഞ്ഞു കിടക്കുമ്പോ എനിക്കൊരു നിറവ് തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യാം, അവര് വരുന്നവരെ ഈ സീറ്റ് നമുക്ക് എടുത്ത് മാറ്റാം. സീറ്റ് മാറ്റൊന്നും കാര്യമൊന്നുമില്ല. ഇല്ല, മീനുട്ടിക്ക് കണ്ണുകടിയാ. അതെ, എനിക്കെന്തിനാ കണ്ണുകടി? ഞങ്ങൾ രണ്ടും കൂടെ തകർത്തി ഷോ കൊണ്ടുപോയാലേ മീനുട്ടിക്ക് ക്ഷീണമല്ലേ? ഓ, അതൊന്നും പ്രശ്നമൊന്നുമല്ല. അത് നമ്മളോ രണ്ടു പേരല്ല, എത്ര പേരുണ്ടെങ്കിലും നമ്മൾ ഷോ കൊണ്ടുപോകും. വേണമെങ്കിൽ രാഘുവിന്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്ക്. തൽക്കാലം ഞങ്ങൾ രണ്ടും കൂടി മാനേജ് ചെയ്തോളാം. അല്ല, അതെന്താ, നിങ്ങൾ രണ്ടുപേരും എന്തായാലും എടുത്താൻ പറ്റില്ല, കാരണം ഭയങ്കര അലമ്പായിരിക്കും. അതുകൊണ്ട് ഒരാളെയും കൂടെ ഞാൻ എന്തായാലും വിളിക്കാൻ പോവാ. ഞങ്ങൾ അലമ്പന്മാരാ? ആ, നല്ലോണം. മോശക്കാരാണോ ഞങ്ങൾ? വളരെ. നിങ്ങളെ എപ്പിസോഡൊക്കെ എടുത്ത് വെച്ചൊന്ന് കണ്ടു നോക്കൂ. ഞങ്ങളെ പറ്റിയൊക്കെ ഫേസ്ബുക്കിൽ എഴുതൂ ഇനി. ഇല്ല, അങ്ങനൊന്നും ഞാൻ ചെയ്യില്ല. എങ്കി വിളി. ഈ സീറ്റിലേക്ക് വരാൻ പോകുന്ന ആരാന്നറിയാവോ? വേണമെങ്കിൽ ഞാൻ ഒരു ക്ലൂ തരാം. എന്നാ എങ്കിൽ ക്ലൂ പോരട്ടെ. മെലഡി പാടാനായിട്ട് തൽക്കാലം ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഓഹോ, അഹങ്കാരാണല്ലേ? അല്ല, ബോധം. അത് വളരെ നല്ലതാണ്. മാധവങ്ങള് നമ്മുടെ ചക്കരയാണ്, സൂപ്പറായിട്ട് മെലഡി പാടും. പക്ഷെ ഞാൻ പറഞ്ഞതല്ല, ചില മെലഡി സോങ് ഉണ്ടല്ലോ, അത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെവിയിൽ അത് ഇങ്ങനെ നിൽക്കും. അത് ആ ശബ്ദത്തിൽ നമുക്ക് ഭയങ്കര ഇങ്ങനെ, അത് ആ ശബ്ദത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഓർമ്മ നിൽക്കും. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ശബ്ദമുള്ള അങ്ങനത്തെ ഒത്തിരി നല്ല മെലഡീസ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരാളാണ് വരാൻ പോകുന്നത്. സീറ്റ് മാറ്റണ്ട. അപ്പൊ വിളിക്കാം. അതെ, ഒരു കിടിലനാളെ നമ്മൾ വിളിക്കാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം അരവിന്ദ് വേണുഗോപാൽ. അരവിന്ദ് ഏട്ടൻ ഓൺ സ്റ്റേജ്. വെൽക്കം അരവിന്ദ് ഏട്ടാ. വെൽക്കം. താങ്ക് യു. ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാനും കുറെ കാലമായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ടോപ്പ് സിംഗർ വന്ന് കാണാൻ വേണ്ടിയിട്ട്. അതെ, അരവിന്ദേട്ടൻ ആദ്യമായിട്ടാണ് നമ്മുടെ ടോപ്പ് സിംഗറിൽ വരുന്നത്. ഹായ് അരവിന്ദ്. വളരെ സന്തോഷം. ഞാൻ അരവിന്ദിന്റെ ഒരു ഫാനാണ്. അയ്യോ, ഞങ്ങൾ എല്ലാരും ഇത് കഴിഞ്ഞ പ്രാവശ്യം മധുചേട്ടൻ നമുക്ക് തോന്നുന്നു സന്ദീപിന്റെ കല്യാണത്തിന് വന്നിട്ട് മധുചേട്ടൻ ഇത് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ ആവാലോ. എന്റെ പൊന്ന് ചേട്ടാ, ആ ചേട്ടന്റെ പാട്ട് കേൾക്കാത്ത ദിവസമില്ല. ഞാനാണ് മധുചേട്ടന്റെ ബിഗസ്റ്റ് ഫാൻ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻസ് ആണ്. വളരെ വളരെ സന്തോഷമുണ്ട് അരവിന്ദേ, ഈ വേദിയില്, നമ്മുടെ ടോപ്പ് സിംഗർ വേദിയിൽ വന്നതില്. വേണുചേട്ടൻ എന്ത് പറയുന്നു? അച്ഛൻ സുഖമായിട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്റെ അന്വേഷണം പറയൂ. ഞാൻ മെസ്സേജ് ചെയ്യാൻ വിളിക്കാൻ എന്നാലും അരവിന്ദന്റെ അടുത്ത് പറഞ്ഞു വിട്ട സ്ഥിതിക്ക് ഞാനും പറഞ്ഞു. തീർച്ചയായിട്ടും. അമ്മ എല്ലാരും സുഖമായിരിക്കണം? എല്ലാവരും സുഖമായിട്ട്. അമ്മ എന്റെ അച്ഛന്റെ നാടാണ് ഒറ്റപ്പാലം, പത്രിപ്പാലയാണ്. അതെ. സ്നേഹ ചേച്ചി എന്ന് പറയുന്നു. സ്നേഹ ചേച്ചി സുഖമായിട്ടിരിക്കുന്നു. മീനൂട്ടിനെ പ്രത്യേകിച്ച് സ്നേഹ ചേച്ചി ഞാനും ഞങ്ങള് ഭയങ്കര ബ്ലാ 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 ഫ്രണ്ട്സ് ആയിരുന്നു. ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ കണ്ടിട്ട് കൊറേ കാലമായി. എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അരവിന്ദ് ചേട്ടനെ ഞാൻ ആദ്യം പരിചയപ്പെടാണ്. ഒരു പാവം ചേട്ടനല്ലേ, നിങ്ങളെ രണ്ടാളും പോലെയല്ല. ഇല്ല, സോറി മതങ്ങൾ. പക്ഷെ അരവിന്ദ് ചേട്ടൻ ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ ടോപ്പ് സിംഗറിൽ നേരിട്ട് വന്ന് ഇന്ന് നമ്മുടെ സീറ്റ് കൂടുതൽ ഭംഗിയാക്കിയതിന്. ഇവിടെ വന്ന് നമ്മൾ ഒത്തിരി പേര് വെയിറ്റ് ചെയ്യാണ് അരവിന്ദ് ചേട്ടന്റെ മുന്നിൽ പാടാനായിട്ട്. അത് വലിയൊരു സീറ്റാണ്. ഹോപ്പ് ഐ ഡു എ ഗുഡ് ജോബ്. ശരി, ടോപ്പ് സിംഗർ കാണാറുണ്ടോ? യെസ്, തീർച്ചയായിട്ടും കാണാറുണ്ട്. ഏറ്റവും കൂടുതൽ എന്റെ റീൽസിൽ വരുന്നത് ടോപ്പ് സിംഗറിന്റെ ഷോർട്സ് ആയിട്ട് വരും. ഏറ്റവും കൂടുതൽ ഞാൻ അങ്ങനെ കാണാറുണ്ട്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. സന്തോഷപൂർവ്വം ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു ഈ സീറ്റിലേക്ക്. അപ്പൊ വെൽക്കം അരവിന്ദ് ചേട്ടാ. ഓക്കെ, താങ്ക് യു. അരവിന്ദ് ചേട്ടാ, അവിടെ ഇരുന്നിട്ട് എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ?
വളരെ കംഫർട്ടബിൾ ആണ്. വ്യൂ എങ്ങനെയുണ്ട്? നല്ല വ്യൂ ആണ്. തുടങ്ങുമ്പോ നല്ല രസമായിട്ട് തോന്നും, പക്ഷെ കുറച്ച് കഴിയുമ്പോ രണ്ടുപേരെ കൺട്രോൾ ചെയ്യേണ്ടി വരും നമ്മള്. ദൂരെ നോക്കുമ്പോ മീനുട്ടി സുന്ദരിയായിട്ട് തോന്നുന്നില്ലേ? നല്ല സുന്ദരിയാണ്. ഇന്ന് കുറച്ച് സ്പെഷ്യൽ സൗന്ദര്യം ഉണ്ട് കേട്ടോ മീനുട്ടിക്ക്. ആണല്ലോ, അത് ഈ ഉടുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. നല്ല ഉടുപ്പാണ് കേട്ടോ. താങ്ക് യു താങ്ക് യു താങ്ക് യു. സെയിം പിഞ്ച്. നമ്മൾ രണ്ടുപേരും ഇന്ന് റെഡ് ആണ്. ഇന്ന് ചുമന്ന ആൾക്കാരാ ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ മധുങ്കൾ, അരവിന്ദേട്ടൻ വന്നു. നമ്മുടെ ടീം സെറ്റാണ്. നമ്മളെല്ലാം കൊണ്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഇനി പാട്ട് കേൾക്കാനുള്ള സമയമാണ്. നമ്മുടെ പുതിയ റൗണ്ട്സ് ഒക്കെ വന്നു. ഒന്നുകൂടി ചൂട് പിടിക്കുകയാണ് നമ്മുടെ മത്സരം, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതെന്താ അരവിന്ദേട്ട, ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലും ഒക്കെ വരാൻ പോവാണ്. അതുകൊണ്ട് ശരിക്കും ചൂട് പിടിച്ചിട്ടാണ് നമ്മുടെ ഈ സീസൺ 6 പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ. പക്ഷെ നമുക്ക് ആ ചൂട് ഇച്ചിരി ഒന്ന് കുറച്ചാലോ? ദേശീയ തണുപ്പ് കുറച്ചുകൂടി കൂട്ടാൻ പോവാണോ? മധുച്ചേട്ടാ, ചളി പറയരുത്. ഇവിടെ പുതിയ ആൾക്കാരൊക്കെ വന്നിരിക്കുകയാണ്. ഇത്രയും ചളി പറഞ്ഞ ആദ്യം തന്നെ ഇമേജ് കൊളവാക്കരുത് തന്നെ. മഴക്കാലമൊക്കെ അല്ലേ, കുറച്ച് ചെളിയാവാം. എന്റെ മുഖത്തും കുറച്ച് ചളി. എന്തായാലും മൺസൂൺ കാലമൊക്കെ ആണല്ലോ, നമുക്ക് അതിന് പറ്റുന്ന ഇതിലും ആപ്റ്റ് ആയിട്ടുള്ള ഒരു റൗണ്ട് നമുക്ക് ഇനി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതെന്തര ഉണ്ടോ മീനോട്ടാ? അതുപോലുള്ള റൗണ്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ടോപ്പ് സിംഗറില്. മഴപ്പാട്ട് റൗണ്ട്. അത് കൊള്ളാലെ, കിടിലൻ റൗണ്ട് ആയിരിക്കും. അതെ. അല്ല, പക്ഷെ ഈ റൗണ്ടിന്റെ പ്രത്യേകത എന്താണ്? പേര് പോലെ തന്നെ ഈ റൗണ്ടിൽ കംപ്ലീറ്റ് മഴപ്പാട്ട്, ഫുൾ മഴ. അതെ, ഫുൾ മഴ. ഈ റൗണ്ടിന്റെ പേരിടാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ സീസണിൽ അല്ലേ? അപ്പൊ മഴപ്പാട്ട് റൗണ്ട് മാത്രമേ ഉള്ളൂ. എനിക്ക് മെലഡി കേൾക്കണം. അതെ, എനിക്ക് വേറൊരു റൗണ്ടും കൂടി തുടങ്ങിയാൽ കൊള്ളാവുന്ന ഒരു ആഗ്രഹം. എന്താ അത്? ബാബുക്ക റൗണ്ട്. ഓ, അത് നമ്മുടെ അത് ക്യാപ്റ്റൻ രസമായിരിക്കും. അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് അടിപൊളിയായിരിക്കും ബാബുക്കയുടെ റൗണ്ട്. അത് നമ്മുടെ മധുച്ചേട്ടന്റെ ആഗ്രഹമല്ലേ, നമുക്ക് അതങ്ങ് സാധിച്ചു കൊടുക്കണം മീനോട്ട്. അതെ. അപ്പോ 3 ആൾക്കാരുടെ ഇഷ്ടത്തിന് 3 റൗണ്ടും സെറ്റ് ആയിട്ടുണ്ട്. ഒന്ന് മഴപ്പാട്ട്, പിന്നെയുള്ളത് എല്ലാവരുടെയും ഫേവറേറ്റ് മെലഡി റൗണ്ട്, പിന്നെ നമ്മുടെ മധുകളുടെയും എല്ലാവരുടെയും ഒരു എവർഗ്രീൻ ആയിട്ടുള്ള നമ്മുടെ ബാബുക്ക ഹിറ്റ്സ് ആണ് വരാൻ പോകുന്നത്. 3 റൗണ്ടും റെഡി അല്ലേ? റെഡി. പാട്ട് കേൾക്കാം. ഓക്കെ, അരവിന്ദേട്ടാ, നമ്മുടെ ടോപ്പ് സിംഗറിനുണ്ടല്ലോ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ടോപ്പ് സിംഗറിൽ മാത്രം അരവിന്ദേട്ടന് കാണാൻ പറ്റുന്ന ഒരു കൂട്ടം ആൾക്കാർ നമുക്കുണ്ട്. അതാണ് നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ലിറ്റിൽ ഏഞ്ചൽസ്. അതെ, വളരെ കുട്ടി മാലാഖമാർ. പക്ഷേ ഇവരൊന്നും കോമ്പറ്റീഷനിലല്ല കേട്ടോ. ഇവര് വന്ന് ഇഷ്ടം പോലെ പാട്ടൊക്കെ പാടും. പിന്നെ ഒരു ലോഡ് വിശേഷങ്ങൾ ഉണ്ടാവും. അതൊക്കെ നമുക്ക് കേൾക്കണമെങ്കിലും വേണ്ടെങ്കിലും നമ്മൾ കേട്ടേ പറ്റൂ. ഇങ്ങനെ കേൾക്കാം, ലോഡ് കണക്കിന് കഥകൾ ഇങ്ങനെ കേൾക്കാം. അതെ, അങ്ങനെ ഒരു ലോഡ് കഥയുമായിട്ട് നമ്മുടെ ടോപ്പ് സിംഗറിൽ ഒരു ലിറ്റിൽ ഏഞ്ചൽ ആണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ കമ്മണിക്കുട്ടി ഓൺ സ്റ്റേജ്. അയ്യോ, അയ്യോ, അത് മാത്രല്ല ഈ തലയെ കണ്ടോ, അത്തപ്പൂ ഇട്ട പോലെയുണ്ട്. ഓണമൊക്കെ അടുത്ത് വരാണ്, അതുകൊണ്ട് അതിന്റെ പ്രിപ്പറേഷന്. അതിന്റെ ആയിരിക്കും. കാണിച്ച കമ്മണി നോക്കട്ടെ, മുടി നോക്കട്ടെ. ക്യൂട്ടായിട്ടുണ്ട്, സുന്ദരിയായിട്ടുണ്ട് കേട്ടോ ധ്യാനക്കുട്ടി. കമ്മല ഇളകണൊക്കെ ഓരോന്ന് കാണിക്കുക. കുറച്ച് സമയം അവളെ പുകഴ്ത്താൻ അതിനെ. ഇതാരാ? അറിയോ? അങ്ങളുടെ പേരറിയില്ല. പക്ഷെ അത് അരവിന്ദേട്ടൻ. അരവിന്ദേട്ടൻ ഒന്ന് പറഞ്ഞേ. അയ്യോ, ഈ ഉടുപ്പ് എവിടുന്ന് കിട്ടി? സ്റ്റിച്ച് ചെയ്തത്. എന്തായാലും നല്ല ഉടുപ്പാട്ടോ. കൂടെ വന്നിട്ടുണ്ട്. ആണോ? എസ്തറിന്റെ ഡാഡിയുടെ കൂടെ. അവരാരിക്കറിയോ? ഇല്ല, അതാരാ? ആരൊക്കെയാ? എന്റെ മമ്മീന്റെ റിനിയാന്റിന്റെ ബാക്കിൽ ആരറിയോ? അല്ല, സിംഗേഴ്സ് ആണോ? അത് ശരി. എന്താ അവരുടെ പേര്? അറിയില്ല. സുന്ദരങ്ങൾ, പിന്നെ ബോബി അങ്കിൾ. ശരിയാണോ ഈ പറയണത്? ശരിയാണ്. രണ്ടുപേരാണോ സിംഗേഴ്സ്? അവർ രണ്ടുപേരാണോ സിംഗേഴ്സ്? അതെ, ചേട്ടന്മാർ രണ്ടുപേരും സിംഗേഴ്സ്. അപ്പൊ അവരുടെ പാട്ട് കേൾക്കണ്ടേ? അവര് സിംഗ് ചെയ്യുന്നത് കേൾക്കണ്ടേ? പിന്നെ ആരാ? അതാരൊക്കെയാ? കുഞ്ഞേട്ടനാണോ? ജഗത്താണ് കുഞ്ഞേട്ടൻ.
ഇങ്ങനെ കുഞ്ഞിന് കുനിയുന്നു. അത് വിനയം കൊണ്ടാ എസ്തർ കുനിയണത്. അല്ല, കുഞ്ഞേട്ടനെ കണ്ടില്ലേ? ആ കുഞ്ഞേട്ടാ, ഇവിടത്തെ കുഞ്ഞേട്ടനാണല്ലേ. ഇവിടെ ആകെ എന്നെ ഏട്ടാന്ന് വിളിക്കുന്നത്. കമ്പനിയാണ്. ഇവളാകെ ഏട്ടാന്ന് വിളിക്കുന്നത് എന്നെ മാത്രാണ്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ എന്താ വിളിക്കുന്നേ? എടാ ഓ, പേരാ വിളിക്കും. ബാക്കിയുള്ളവർക്ക് ഒരു ബഹുമാനമില്ലല്ലേ? അപ്പൊ ഞാൻ എസ്തറിനെ കുഞ്ഞേട്ടനല്ലേ? അല്ലേ? ആണ്. എസ്തറിനെ കുഞ്ഞേട്ടനാണ്. കേട്ടോ, എസ്തറിനെ എസ്തറിന് വിളിക്കുന്നു. മധുവങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, അത് കൊണ്ടുവരാൻ പറഞ്ഞു. ഓയ്യോ, അത് മധുവങ്ങളുടെ റൂമിൽ തരാം. ആണോ? അവിടെ കൊണ്ടുതരാം. താങ്ക് യു ധ്യാനക്കുട്ടി, താങ്ക് യു സോ മച്ച് കേട്ടോ. ഓക്കെ, കമ്പനി ഇന്ന് ഏത് പാട്ടാ പാടുന്നേ? ഇപ്പം 5 സ്റ്റാർ ഉണ്ട്, മിൽക്ക് ഷേക്ക് 3. 5 സ്റ്റാർ 2, 5 സ്റ്റാർ മിൽക്ക് ഷേക്ക് എനിക്ക് തരുമോ? മിൽക്ക് ഷേക്ക് 3, ഞങ്ങൾക്ക് തരുമോ? പിന്നെ ഐസ്ക്രീമും ഫ്രൂട്ട് സാലഡും ഉണ്ട് അല്ലേ? രവീന്ദ്രേട്ടന് കൊടുക്കുവോ? എനിക്ക് തരുമോ 5 സ്റ്റാർ മിൽക്ക് ഷേക്കും? അത് പാട്ടാ ഒരു അത് പാട്ടാ. അല്ല, അതറിയില്ലേ? ആ പാട്ട് പാടിയാൽ ആ പാട്ട് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു 5 സ്റ്റാർ മിൽക്ക് ഷേക്കും കൊടുക്കണം എന്നാ. അങ്ങനെ ഉണ്ടല്ലേ? അങ്ങനെയുണ്ട്. ഞാന് മമ്മിനോട് ഒരു ഐസ്ക്രീം വാങ്ങി തരാൻ പറയുമ്പോൾ മമ്മി വിഷ്ണുവിനെ വിളിക്കണം, വിഷ്ണുവേ എവിടെ? ഈ പണ്ട് പിള്ളേര് പറയാൻ വരെയായിരുന്നു ഒരു 5 സ്റ്റാർ മിൽക്ക് ഷേക്ക് ഒന്ന് നമ്മുടെ അടുത്ത് വാങ്ങിച്ചു. അപ്പൊ വിഷ്ണുവിനായിരിക്കും ഫോൺ പോകുന്നത്. വിഷ്ണുവിനെയാണ് അപ്പൊ പേടിയുള്ളത്. നല്ല പദങ്ങളെ പണ്ട് മറ്റേ ഉമ്പാക്കൻ വരുന്നൊക്കെ പറഞ്ഞു. അതെ, ഭൂതം വരണ്ട്, കോക്കാൻ വരണ്ടെന്നൊക്കെ പറഞ്ഞ പോലെ വിഷ്ണുവിന് അത്ര പേടിയാണല്ലോ പിള്ളേർക്ക്. അത് ശരി. കമ്മണിക്കുട്ടി, ദേ ആര്യ ചേച്ചി എന്തോ ചോദിക്കണോ? ഈ 5 സ്റ്റാറിന്റെയും മിൽക്ക് ഷേക്കിന്റെയും ഡീറ്റെയിൽസ് അറിയോ? ഫിലിപ്പ്, മൗസ് ആൻഡ് കാറ്റ്, പിന്നെ മ്യൂസിക് ഔസേ പച്ചച്ചൻ, കൈതപ്രം മച്ചച്ചൻ. ഒരു കാര്യം പാടിയതാരാന്ന് പറഞ്ഞില്ല. ഞാൻ പറയട്ടെ, കൈതപ്രം മച്ചച്ചൻ. ഞാന് മധുവങ്കളിയും കൈതപ്രം മച്ചച്ചനും കാണാൻ വന്നില്ലേ? എനിക്ക് ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഞാൻ നാടുവറ്റത്തെ ഒരു സ്ഥലത്തിന് പോയി കണ്ടല്ലേ, കോഴിക്കോട്ട്. അതെ, കോഴിക്കോട് വെച്ച് കണ്ടു. കോഴിക്കോട്ടില് അന്നല്ല ഞങ്ങള് സ്റ്റേജിൽ ഇരിക്കുമ്പോ അടുത്തേക്ക് പല പ്രാവശ്യം ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഓടി വന്നിട്ട് മധുവങ്കിൾ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. ഹായ് എപ്പോഴും ഹായ് പറഞ്ഞു. എന്നിട്ട് എന്നെ കാണാൻ വേണ്ടി വീണ്ടും വരും, എന്നിട്ട് ചിരിച്ചോണ്ട് പോവും. ഞാനും ചിരിക്കും സ്റ്റേജിലിരുന്ന്. അല്ലേ? പാടിയ ആളെ പറയോ? ഇനി പാടിയ ആളാരാ? ഇതാരാ പാടിയ 5 സ്റ്റാറിന്റെ പാടി? ശരിക്കും പാടിയതാരാ? ശരിക്കും പാടിയതാരാ? Yes. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? സെറ്റാണോ? സെറ്റ്? ഓക്കെ, സെറ്റ്. ഓക്കെ. 5 സ്റ്റാർ 2, മിൽക്ക് ഷേക്ക് 3, ഐസ്ക്രീം ഫ്രൂട്ട് സാലഡ്. നോക്കടി ചുന്ദരി, അമ്പിളി മാമന്റെ ചക്കര കൊത്തൻ കറ്റവനാരാണ്. ഞാനില്ല കള്ളക്കര കക്കട കൈകളാടി. ചക്കര കൊത്തന്റെ ചിത്തിരപ്പാവേ കറ്റവനാരാണ്. നീല കള്ളക്ക് പൂച്ചനും കണ്ണാൻ കണ്ണകടി. കടവന് മറ്റയുമായി ഗണഗണം നേരമായി തള്ളിക്കളിച്ചും കൂടി പിരും ഇരുമൂഴുന്ന മനസ്സുകളാകാം. 5 സ്റ്റാർ 2, മിൽക്ക് ഷേക്ക് 3, ഐസ്ക്രീം ഫ്രൂട്ട് സാലഡ്. കാണടി ചുന്ദരി.
കട്ടവനാരാണ് ഞാനൊരു കള്ളുക്കുറുക്കി കക്കളടി ചക്കയൊക്കെ തന്നെ ചിറ്റിടുപ്പായ കട്ടവളാരാണ് നീല്ല കള്ളത്തി പൂച്ചന് കണ്ണാൻ കണ്ടുകടി കളവോര മറ്റൊരവായി നുണകളും നേരവായി തള്ളി കളിച്ചും കൂടിപ്പിയും ഇതും മൂന്നും മനസ്സുകളാണ് വയസ്സാറ് 2 മിൽക്ക് ഷേക്ക് 3 ഐസ്ക്രീമും ഫ്രൂട്ട്സാറും തീർന്നടി തീർന്നടി ചുന്ദരി സൂപ്പർ സൂപ്പർ ധ്യാനക്കുട്ടി കാലക്കി സുന്ദരി. കൺമണിക്കുട്ടി എന്തോ കൊതിപ്പിച്ച് കളഞ്ഞല്ലേ ഞങ്ങളെ. പാട്ട് തീർന്നു പോയല്ലേ. ആ വീണ്ടും വീണ്ടും നല്ല രസമുണ്ടായിരുന്നു. ഈ 5 സ്റ്റാർ മിൽക്ക് ഷേക്ക് ഐസ്ക്രീം എന്നൊക്കെ കേൾക്കാൻ എല്ലാം നല്ല രസമുണ്ടായിരുന്നു. സുഖമുണ്ടായിരുന്നു. ആ അതെ. പക്ഷെ തീർന്നു പോയല്ലോ. എന്നാലും അവസാനം തീർന്നടി തീർന്നടി ചുന്ദരിന്നോ എന്താ അതെ. പറഞ്ഞേ? തീർന്നടി തീർന്നടി ചുന്ദരി കഴിക്കാൻ ഭയങ്കര കൊതിയായിട്ടിരുന്നുള്ളൂ. തീർന്നു പോയി. അപ്പോഴേക്കും തീർന്നു പോയി എന്ന് പറഞ്ഞു. അടുത്തവണ വരുമ്പോ കൊണ്ടുവരുവോ? അത് ഒരു പാട്ടൊന്നും വഴങ്ങളെ ശരിക്കുള്ളതൊന്നല്ല. പിന്നെയോ? അതൊക്കെ ഒന്ന് മനസ്സിലാക്കൂ. പക്ഷേ ഈ പാട്ടേ ധ്യാനക്കുട്ടിക്ക് മധുമങ്കളിനോട് സ്നേഹം ഇല്ലേ? കുറച്ച് കുറച്ചുള്ള എന്താ കുറച്ച് എന്താ കൂടുതലില്ലാത്ത? എന്നാ ഈ 3 പേരുടെ അടുത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്നേഹം 5 മിനിറ്റ് ചെയ്യുമ്പോ സ്നേഹം മാറും. ആണോ? സ്നേഹത്തിന്റെ അളവ് ആണോ? എടുക്കണ്ട. ഇവിടെയാ ഇത് നമ്മൾ 3 പേരിൽ ആരെയാ ഇഷ്ടം? ഈ ബ്ലൂ ആണോ റെഡ് ആണോ Green ആണോ? ഗ്രീൻ ആണോ? എന്താ ഏതായാലും എല്ലാം കണക്കാണ്. എന്നാലും ഒരാളെ ചൂസ് ചെയ്യേ. പറഞ്ഞില്ല ഞാൻ. ഇടയ്ക്ക് അങ്ങനെ ഉടുപ്പ് ഏത് വരിയിൽ അങ്ങനെ കാണിച്ചു ഉടുപ്പ് പൊക്കിയത് ഇങ്ങനെ? അത് നല്ല ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ഇങ്ങനെ ആണോ? കമ്മണി. അതാണ് ഡാൻസ് ഒരു ഒക്കെ ഒറ്റ കളിക്കുന്നതിന്റെ ഇടയിൽ ഒരു പൊക്കല്. സ്റ്റെപ്പ് ആയിരുന്നു അതെ, അത്. അതെ, അതെ. തുടങ്ങുമ്പോ ഭയങ്കര ഡാൻസ് ആയിരുന്നു. അതെ. അവസാനം അതെ. ഇങ്ങനെ ഇങ്ങനെ അതെ. എങ്ങനെയെങ്കിലും അതെ. അവസാനം ഇങ്ങനെ ആ. കൈയൊക്കെ വെച്ചിട്ട്. ഇപ്പോഴും ഡാൻസ് കഴിഞ്ഞിട്ടില്ല എപ്പോഴും. കമ്മണി ഇത്രയും വരികൾ എങ്ങനെയാ പഠിക്കുന്നേ? ഞാൻ സ്വന്തം 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 പഠിച്ചതാണോ ഇതൊക്കെ? എന്നാലും അത് മാത്രമല്ല ഇത്രയും വരികൾ പഠിക്കുന്നു. അത് കറക്റ്റ് ടൈമിൽ പാടണ്ടേ? Timing ഭയങ്കര perfect ആ. അതിന്റെ എത്ര പ്രാവശ്യം ഉണ്ടെന്നുള്ളതിന്റെ ഒക്കെ കറക്റ്റ് അളവ് അതൊക്കെ കൺമണിക്കുട്ടി പാടണ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നൂല്ലേ അതൊക്കെ കറക്റ്റ് ആയിട്ട് പാടുന്നു. ഇങ്ങനെ അതെ. ഇങ്ങനെയൊക്കെ കാണിച്ച് ആ ചരണം എങ്ങനെയാണ്? എന്തിനു നീ എങ്ങനെയായിരുന്നു? എന്റെ എന്തിനു നീ എന്തിനു നീ നീ എന്റെ മനസ്സിൽ പൂവാരി പൂവാരി. പൂവാരി. പൂവായി എന്നല്ലേ? അതെ. പൂവാരി. എന്തിനു നീ അല്ലേ? എന്റെ മനസ്സിൽ പൂവാരി. എന്നുവരെ എങ്ങനെയാ? എന്നുവരെ എങ്ങനെയാ? എങ്ങു വരെ അവർ ഈ വരി പോരി വരും ഓക്കെ ആരയച്ചു എന്നാണോ പറഞ്ഞത്? സബ്ടൈറ്റിൽ കൊടുക്കോ? അരവിന്ദൻ ആദ്യമായിട്ടല്ലേ കമ്മണിക്കുട്ടിയുടെ അതെ പെർഫോമൻസ് അതെ. കാണുന്നത്? കൺമണിക്കുട്ടിന്റെ ഷൂസ് ആരാ വാങ്ങിച്ചു തന്നെ? ഇത് പപ്പ. പപ്പ? എന്റെ കൺമണിക്കുട്ടീന്റെ അതേ പ്രായമുള്ള സമയത്ത് എന്റെ പപ്പ എനിക്ക് ഇതേപോലത്തെ ഒരു മിന്നുന്ന ഷൂസ് എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു. കൺമണിക്കുട്ടിക്ക് ഇങ്ങനത്തെ ഷൂസ് ഇഷ്ടമാണോ? മിന്നുന്ന ഷൂസ് ലൈറ്റ് ലൈറ്റ് കത്തുന്നു. ഇഷ്ടാണോ? മമ്മി സമ്മതിച്ചപ്പോഴും പപ്പ വാങ്ങിയത്. ആണ് പപ്പ മമ്മി വാങ്ങി. സമ്മതിക്കണം അല്ലേ പപ്പ വാങ്ങിക്കണമെങ്കിൽ അതെ. അല്ലേ? കുറച്ച് സീരിയസ് ആയിട്ടോ ഇന്ന്. എന്ത് പറ്റി പെട്ടെന്ന് സീരിയസ് ആയല്ലോ? അതെ. ഓ മുട്ടായി മഴ വേണം ആ, കമ്മണിക്ക്. അരവിന്ദേട്ട അതെന്താന്നറിയോ? ഇവർക്ക് ഫ്രീ മുട്ടായി മഴ, അൺലിമിറ്റഡ്. അതെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? 5 സ്റ്റാർ എന്ന് പറഞ്ഞ എന്നെ കുറെ കൊതിപ്പിച്ചല്ലോ. ഞാനൊരു ഡയറി മിൽക്ക് അങ്ങോട്ട് തരട്ടെ? ആ വേണോ? ഇങ്ങോട്ട് വന്നു. എന്തൊരു സുന്ദരിയാ. അതെ അടുത്ത് വന്നപ്പോഴായിട്ട് മധുമംഗള് കാണുന്നത് സുന്ദരിയാണല്ലോ. ഒന്നും ഒരു മൈൻഡും ഇല്ല. ഇല്ല. അയ്യോ. ഡയറി മിൽക്ക് കൊടുത്താൽ എന്തും ചെയ്യും. എന്റെ അനിയൻ ഇങ്ങനെയായിരുന്നു. മുട്ട പപ്സ് കൊടുത്ത എന്ത് ചെയ്യും? വാ മുട്ടായി മഴ വേണ്ടേ? ഒരു മിഠായി അരവിന്ദേട്ടൻ കൊടുത്തു. ഇനി കൊറേ മിഠായി മഴ മിഠായി വരും. അതെ. ഓക്കെ. അപ്പൊ നമ്മുടെ കമ്മണിക്കുട്ടിക്ക് ആ. പോരട്ടെ ഒരു load 5 സ്റ്റാർ വരെ. അതെ, മധുര മഴ. അതിശക്തമായ മഴ. അതെ അതെ അതെ. എടുത്തോ, എടുത്തോ. മീനുടെ പിടിച്ചോ, Okay. മൈക്ക് പിടിച്ചോ. Okay, ma'am.
മുട്ടായൊക്കെ എടുക്കേണ്ടതാ. കമ്മിണിക്കുട്ടി ഗുഡ് ഗേൾ. എണീച്ചോ? ബൈ ബൈ. See you. See you. ടാറ്റാ. ബൈ ബൈ. അമ്പിളി മാമന്റെ ചക്കര കൊട്ടയും കട്ടവരാള് ഞാനില്ല കള്ളക്കര കക്കര കൈകളാടി. മധുകൾ, ഓ ഇവിടെ എം ജെ അങ്കിൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എം ജെ അങ്കിളിനെ മിസ് ചെയ്യുന്നില്ലേ? അതെ. മിസ് ചെയ്യുന്നു. എനിക്ക് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ മിസ്സിങ് കുറച്ചെങ്കിലും മാറ്റാനായിട്ട് എം ജെ അങ്കിളുടെ പാട്ടുമായിട്ട് Yes. ഒരാൾ അത് വെറും നല്ല പാട്ടൊന്നുമല്ല, കാര്യമാണ്. ഒരു മഴപ്പാട്ട്. ഓക്കെ. മഴപ്പാട്ടുമായിട്ട് എംജിങ്ങളുടെ മഴപ്പാട്ടെന്ന് മഴയേ അതൊന്നും നമ്മളിപ്പോ പറയൂല. മഴയേ. ആ Secret പാട്ടല്ലേ? ആണ്. അല്ലേ? അതൊന്നും പറയൂല. അത് വന്നിട്ട് നമുക്ക് ചോദിക്കാം. മീനുട്ട, എനിക്ക് ഈ മറ്റേതാണോ? മഴ റൗണ്ട് ഒത്തിരി ഇഷ്ടാവുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല വേറൊരു ഇഷ്ടം. വൈബ് അല്ലേ? ഫുൾ മഴപ്പാട്ടൊക്കെ ആവുമ്പോഴത്തേക്ക് ഭയങ്കര രസം നല്ല കേൾക്കാൻ രസമുണ്ട്. വേണ്ടിട്ട്. അത് എം ജി സാറിന്റെ വേറൊരു മഴ പാട്ടുണ്ടല്ലോ, രാക്കിളി തൻ അത് എം ജെ സാർ തന്നെ മഴ നനഞ്ഞ അതെ. പാടാണ്. പെരുമഴ അതാണോ? അതും ഞാൻ പറയൂല. ഒന്നും വന്ന് പറയില്ല. കഴിഞ്ഞിട്ട് Suspense നമുക്ക് ആണ്. ചോദിക്കാം. മഴപ്പാട്ടുണ്ടല്ലോ. ഓക്കെ, ലെറ്റ്സ് വെൽക്കം നമ്മുടെ ദുർഗക്കുട്ടി ഓൺ സ്റ്റേജ്. ഹായ് ദുർഗ. റെട്രോ ദുർഗു, അതെ, ശരിക്കും ഒരു റെട്രോ വിന്റേജ് ലുക്ക്. വിന്റേജ് അതെ, അതെ, ദുർഗു. അതെ, താങ്ക് യു. അപ്പൊ പഴയ പാട്ടാണോ പാടുന്നേ? പഴയ പാട്ടല്ല, ആ. 2011 ആ ആണല്ലേ? പുതിയ പാട്ടാണല്ലോ ഇപ്പൊ. പിന്നെന്താ ഈ ഒരു സ്റ്റൈൽ? പിന്നെന്ത് പറ്റി? ആ പാട്ടിനകത്ത് പക്ഷെ പഴയ ഇങ്ങനെയാണ്, പഴയ പോലെയാണ്. ഓ അതുകൊണ്ട്. പാട്ട് റെട്രോ അതുകൊണ്ടാണ്. സോങ് പോലെയാണ്. അതെ, ഓക്കെ ഓക്കെ. പുതിയ സിനിമയില് പഴയ ഒരു സ്റ്റൈലില് പാട്ട്. ഓക്കെ. ആ, ഓക്കെ, ഡീറ്റെയിൽസ് പ്ലീസ്. മ്യൂസിക് എം ജെ സാറ്, അത് പറഞ്ഞു, അത് മീനുട്ടി പറഞ്ഞു. പറഞ്ഞു. അത് നമ്മൾ അറിഞ്ഞു. പക്ഷെ പാട്ട് ഏതാന്ന് പറഞ്ഞില്ല. മഴത്തുള്ളി പളുങ്കുകൾ. ഓ കിലുകിലെ കിലുങ്ങുന്ന. പാടി കേൾപ്പിച്ച്. മഴത്തുള്ളി പളുങ്കുകൾ കിലുക്കി. ആ യെസ്, ആ പാട്ടാണല്ലേ? വെരി നൈസ്, വെരി നൈസ്. ആഹാ. എം ജി അങ്കിളുടെ ഇതുപോലെ പഴയ സ്റ്റൈലുള്ള പാട്ടാണ് കല്ലായി കടവത്തെ, ആ, അല്ലേ? കാറ്റേ കാറ്റേ ഒരു പഴയ സ്റ്റൈൽ പാട്ടാണ്. yes, ഈ പാട്ട് അങ്ങനെ അതുപോലൊരു പാട്ടാണ്, അല്ലേ? yes. യെസ്. ഇത് ഡ്യൂറ്റ് അല്ലേ? ഉം. ആ, ശ്രേയ ചേച്ചിയും വിജുവേട്ടനാണ് പാടി. വിജയ്. വിജയ് വിജയ് യേശുദാസ്, വിജയ് യേശുദാസ്. ചേട്ടനാണ് പാടിയത്. Yes. ഓക്കെ, അപ്പൊ ബാക്കി ഡീറ്റെയിൽസ്. ലിറിക്സ് ONV കുറുപ്പ് സാർ. ആ. ഇയർ 2011. ഉം. മൂവി പ്രണയം. വെരി ഗുഡ്. പ്രണയം. yes. ബ്ലസ്സി സാറിന്റെ പടമാണ്. അതെ, ബ്ലസ് ചേട്ടന്റെ ആണ്. യെസ്. അപ്പൊ അരവിന്ദ് എന്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതെന്താ നിങ്ങൾ ആദ്യമായിട്ടല്ലേ? അല്ലേ, ആദ്യമായിട്ടല്ലേ കണ്ടേ? ഇതൊന്നും മിണ്ടാത്ത നിങ്ങള്. ദുർഗക്കുട്ടി എവിടുന്നാണ്? ഞാൻ മാവേലിക്കര. മാവേലിക്കരയാണ്. ആ കാണാൻ വന്നിട്ടുണ്ടോ ആരെങ്കിലും വീട്ടിൽ നിന്ന് പെർഫോമൻസ്? വീട്ടിൽ നിന്ന് കാണാൻ അച്ഛനും അമ്മൂമ്മയും അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അച്ഛനും അമ്മയുണ്ട്. പിന്നെ അനിയനും ഗൗതം ചേട്ടനും. ആഹാ. ഗൗതം അതെ. ചേട്ടൻ. ഗൗതം ചേട്ടൻ. അമ്മുമ്മയ്ക്ക് ദുർഗക്കുട്ടി പാടിയ പാട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള ഏതാ? അറിയത്തില്ല. ഇല്ല, ചോദിച്ചിട്ടില്ല അതെ, ഇതുവരെ. അതിപ്പോ ചോദിക്കണല്ലോ. അമ്മുമ്മയ്ക്ക് ചോദിക്കണോ? ഇതുവരെയുള്ള പെർഫോമൻസിൽ ഏറ്റവും ഇഷ്ടമുള്ള ഏതാ? സിന്ദൂര പൂവേ എന്നുള്ള പാട്ട് ആഹാ. വളരെ ഇഷ്ടപ്പെട്ടു. തമിഴ് പാടിയതാ. തമിഴ് പാടിയത്. ആഹാ. സിന്ദൂരപ്പൂവേ. ആ പാട്ട് പാടിയല്ലേ? ആ. ഞാൻ മിസ്സായി ഇനി അത് ഇന്നത്തെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് അത് മാറ്റി പറയട്ടെ. ഇതാണ് favourite. ഇന്നത്തേതാണ് favourite. എന്ന് പറയട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് All യു. the best. അപ്പൊ all the All the best, best. ദുർഗു. താങ്ക് യു. മഴത്തുള്ളി പളുങ്കുകൾ കിലു കിലി കിലുങ്ങുന്ന മണിച്ചിലം പണിയുന്നതാരോ പ്രണയം തിരിറങ്ങും പൂങ്കുളിരോ മണിക്കൊക്കും ഒരുങ്ങി നല്ലിളം ചൂടു പകരാൻ നീണക്കിളി തിരയുന്നതാരേ അരികിലെന്നഴകേ നീ അണയും
തിളങ്ങുന്ന മണിച്ചിലമ്പണിയുന്നതാരോ പ്രണയം തിരിറങ്ങും പൂങ്കുളിരോ മണിച്ചിലമ്പണിയുന്നതാരോ പ്രണയം തിരിറങ്ങും പൂങ്കുളിരോ മണിക്കൊക്കും നല്ലിളം ചൂടു പകരാനിൻ ഇണക്കിളി തിരയുന്നതാരേ അരികിലെ നഴകേ നീ അഴയോ മിടുക്കി. ദുർഗക്കുട്ടി എന്തോ സവാഷ്. ഞങ്ങൾ വിചാരിച്ചില്ല ഇത്രയും ഭംഗിയായിട്ട് പാടുന്നു. കേട്ടാ, ഇത് പാടുന്നതിന് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഗ്രൂമർ വൈശാഖ് വന്നിട്ട് പറഞ്ഞു, ആ, ഞങ്ങളുടെ അടുത്ത് ഒന്ന് പറഞ്ഞു, ഇത് ടഫാണ്, രണ്ടുപേര് Duet ആണ്. duet ആണ്, ഇത് ലോങ് ഫ്രേസസ് ആണ്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാണ്, റിഹേഴ്സലിന്റെ സമയത്തൊക്കെ കുറച്ച് ഇടയ്ക്കൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വൈശാഖിനോട് പറഞ്ഞു, ചിലപ്പോ പറയാൻ പറ്റില്ല, ടേക്കില് ചിലപ്പോ Perfect ആയിട്ട് വരും എന്ന് പറഞ്ഞു. അപ്പൊ വൈശാഖ് ശരി, ആ 5 മിനിറ്റില് ഭാഗ്യം പോലെ ഇരിക്കും, കറക്റ്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ ആ 5 മിനിറ്റ് നന്നായിട്ട് ഭാഗ്യം കടാക്ഷിച്ചു. അരവിന്ദേട്ടൻ പറഞ്ഞില്ലേ ഇത് കഴിയുമ്പോ അമ്മമ്മയുടെ ഫേവറേറ്റ് ഇതായിരിക്കും. Correct ആണ്. അമ്മ, ഇതാണ് ഇപ്പത്തെ ഫേവറേറ്റ്. ആണ് ആണ്. വളരെയധികം ഇഷ്ടപ്പെട്ടു സർ. ഇഷ്ടപ്പെട്ടു. ആ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൽ ഒട്ടും വരേണ്ടായിരുന്നില്ല, പെർഫെക്റ്റ് ആയിരുന്നു അല്ലേ? ഇന്ന് Yes, ശബ്ദത്തിൽ yes. വരേണ്ടായിരുന്നു. എന്നെ ഇന്ന് ഞെട്ടിച്ചത് ബ്രെത്ത് കപ്പാസിറ്റി. ബ്രെത്ത് കപ്പാസിറ്റി, അതെ, അതാണ് എന്നെ ഞെട്ടിച്ചത്. അതാണ് അതെ, അതും എന്നെ ഞെട്ടിച്ചു. ഞെട്ടിച്ചു. മാമ, ഞാൻ ഞാൻ വീണ്ടും ഞെട്ടി. ഞെട്ടി. ഇതെങ്ങനെ സംഭവിച്ചു? ഇന്ന് അത്ഭുതമാണല്ലോ. വേറെ ഒന്നുമില്ല, പെർഫെക്റ്റ് ആയിട്ട് ആ കൺസിസ്റ്റന്റ് ആയിട്ട് ആദ്യം ഒരു അവസാനം വരെ ചില ഭാഗങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നല്ലേ. അതൊക്കെ അതെ. അടിപൊളിയായിരുന്നു. താങ്ക് യു. ഇത് നമ്മുടെ ദുർഗ തന്നെയാണോ? ഞാൻ ഇത് വേഷം മാറി വന്ന വേറെ ആരെങ്കിലും ആണോ? ഞാൻ നോക്കുമ്പോ മധുചേട്ടൻ ഇങ്ങനെ ആഹാ ആഹാ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നിർത്തുന്നേ ഇല്ല. ഫുൾ ആഹാ ആഹാ. എം ജി അങ്കിളൊക്കെ ഇപ്പൊ എം ജി അങ്കിളുണ്ടായിരുന്നെങ്കിൽ എന്തൊരു ഹാപ്പി ആയെന്ന് അറിയോ? Yes. എന്റെ സ്ഥാനത്ത് എം ജി അങ്കിൾ അവിടെ നിൽക്കേണ്ടത്. താങ്ക് യു. എനിക്ക് എന്താന്നറിയില്ല, വളരെ സന്തോഷം ഇന്ന് ദുർഗ ഇങ്ങനെ പാടിക്കഴിഞ്ഞു. മീനുട്ടിക്കോ? എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ശരി, ഓക്കെ. അപ്പൊ കൊള്ളാം. Yes. വെരി ഗുഡ്, വെരി ഗുഡ്. മിടുക്കി. സാർ ദുർഗക്കുട്ടി, എന്തോ ഞാൻ ദുർഗക്കുട്ടീന്റെ ആദ്യമായിട്ട് കാണുന്ന പെർഫോമൻസ് ആണ് ലൈവ് ആയത്. ഐ എം തറലി ഇംപ്രസ്ഡ്. താങ്ക് യു സാർ. എസ്പെഷ്യലി ആ അവസാനം പല്ലവിയിലോട്ട് കണക്ട് ചെയ്യുന്ന അത് തൊട്ട ഒറ്റ ബ്രത്തിൽ അതെ പാടുന്നത്. അതെ അതെ അതെ. ഉയ്യോ, അത് നിസ്സാര കാര്യമേ അല്ല. താങ്ക് യു സാർ. തറലി ഇംപ്രസ്ഡ് കേട്ടോ. താങ്ക് യു. ഇതുവഴി വരൂ പ്രിയ സഖി വരൂ, ഇനി നീ മലർമഞ്ചവും നീതൻ പൂങ്കാവും അടുത്തുള്ളി പളുങ്കുക കിലു കിലെ കിലു. അപ്പൊ ദുർഗക്കുട്ടി, എന്തോ
ഇപ്പൊ ഇതൊരു ബെഞ്ച് മാർക്ക് ആയിട്ട് വെച്ചിട്ട് ഇനി ഇതേപോലെ പെർഫോം ചെയ്യാം. ഇപ്പൊ ഇതേ ക്ലാരിറ്റിയോടെ ഇതേ പെർഫെക്ഷനോടെ ഇതിൽ കുറഞ്ഞത് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. Okay? നിരാശപ്പെടുത്തരുത്. എന്തായാലും അരവിന്ദ് വന്ന ദിവസം കൊള്ളാട്ടോ. അതെ അതെ കേട്ടോ, എല്ലാവരും നല്ല കൊള്ളാം. ആശയുണ്ട്. അതെ. അതെ. അപ്പൊ ഓൾ ദ ബെസ്റ്റ് മോളെ. ഓക്കെ. ദുർഗു എന്തോ ഇതാരാ ഇത്? ഞാൻ ഇന്നൊരു മെജിഷ്യൻ ദുർഗു ആണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ശരിക്കൊരു മെജിഷ്യൻ. ദുർഗക്കുട്ടി ദുർഗയായിട്ടല്ല, 2.0. കാളിയായിട്ടാ നിക്കണേ. ശരിക്കും ഒരു മാജിക് ആണ് ഇവിടെ കാണിച്ചത്. കാരണം പ്രതീക്ഷിക്കുന്നില്ല ഇത്ര ബ്രെത്ത് ഇത്ര സ്റ്റേബിൾ ആയിട്ട് കിട്ടുന്നുള്ളത്. നമ്മളിങ്ങനെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു നമ്മളെ. വിചാരിക്കുന്നതേ ഇല്ല. അത് ശരിക്കും ഞെട്ടിച്ചു. കാരണം ഇത് ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം വിജയ് ചേട്ടനും ശ്രേയ ചേച്ചിയും കൂടെ പാടിയ പാട്ട് ഡ്യൂവറ്റ് ആണ്. അപ്പൊ ഡ്യൂവറ്റ് പാടുമ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് കേൾക്കാനുള്ള ഒരു ആകാംക്ഷയിൽ ഇരിക്കുകയായിരുന്നു. എസ്പെഷ്യലി അനുപല്ലവിയുടെയും ചരണത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് പല്ലവിയിലേക്ക് കടക്കുമ്പോഴത്തേക്കും ബ്രെത്ത് അവിടെ എവിടെയെങ്കിലും ഞാനിങ്ങനെ ശ്വാസം പിടിച്ചിരിക്കുക. സ്മൂത്തായി പാടിപ്പോയി. പക്ഷെ കേട്ടോ മിടുക്കിയായിട്ട് പാടി. ബ്രെത്ത് ഇന്നത്തെ ബ്രെത്ത് വർക്ക് സോ ഗുഡ്. ഇതുവഴി വരൂ പ്രിയ സഖി വരൂ ഒരു കാറ്റിൻ മൃദു സ്പർശമോ നീയോ ആലോലം മഴത്തുള്ളി തളുങ്കുകൾ കേട്ടോ എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. ഞാനും എഴുതിയിട്ടില്ലായിരുന്നു. ഞാനിവിടെ ബ്രെത്ത് എഴുതിയിട്ട് ഇങ്ങനെ ഒരു മേളിലേക്ക് ഒരു ആരോ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതാണ് ഞാനിപ്പോ എഴുതി വെച്ചിരിക്കുന്നത്. മിടുക്കി. എം ജെ സാർ ഉണ്ടെങ്കിൽ ഹാപ്പി ആയേനെ ശരിക്കും. അതെ തീർച്ചയായിട്ടും. യെസ്. അല്ല ഇങ്ങനെയൊക്കെ ഇന്ന് പാടാൻ ഉള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ എന്താണ് അതിന്റെ പുറകിലുണ്ടായിരുന്ന ശക്തി? ഗ്രീൻ സൺ ചേട്ടന്റെ മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്താണ് ഗ്രീൻസൺ അത് ചെയ്യുവോ? മോട്ടിവേറ്റ് ചെയ്തത്? ഇതുവരെ ഒരു കണ്ടസ്റ്റൻസ് എന്താണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? നന്നായിട്ട് പാടണമെന്നില്ല എപ്പോഴും പറയും. എപ്പോഴും പറയും. പക്ഷെ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് എന്താ പറഞ്ഞേ? ഇന്ന് എപ്പോഴും സംസാരിക്കുന്ന ഇന്ന് കുറച്ചു നേരം പിണങ്ങി. ആര്? ഗ്രീൻസൺ ചേട്ടൻ ഞാനും പിണങ്ങിയപ്പോ പിണങ്ങി. എന്നിട്ട് പിന്നെ ശരിയായി കൂട്ടുകൂടി. എല്ലാം. ആ. പിന്നെ മോട്ടിവേഷൻ തന്നു. ആണോ? ഓ അപ്പൊ ആദ്യം പിണങ്ങണം, എന്നിട്ട് പിന്നെ കൂട്ടുകൂടിയിട്ട് പിന്നെ മോട്ടിവേഷൻ തരണം. പച്ചമോൻ പച്ചമോനെ ഇവിടെ വരൂ. പച്ചമോനും വരണം. നമ്മുടെ ഗ്രൂമേഴ്സ് എന്ത് മാജിക് ആണ് ഈ ദുർഗയിൽ ഗ്രീൻസൺ ചെയ്തത്? എന്താണ് ഉപദേശിച്ചത്? എന്ത് മോട്ടിവേഷൻ ആണ് ഗ്രീൻസൺ കൊടുത്തത്? എനിക്ക് സ്റ്റെപ്പ് മനസ്സിലായി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇത് ചെയ്യേണ്ടത്. ആദ്യം പിണങ്ങണം, അതിനുശേഷം കൂട്ടുകൂടണം, അതിനുശേഷം ഉപദേശിക്കണം. ഇത്ര 3 സ്റ്റെപ്പുകളുണ്ട്. എന്തായിരുന്നു പച്ചമോൻ അവിടെ സംഭവിച്ചത്? ദുർഗ ശരിക്കും സംസാരിക്കാൻ പ്രാപ്തിയുള്ള ഒരു കുട്ടിയാണ്. നല്ലപോലെ പാടാനും അതുപോലെ സംസാരിക്കാനും നല്ല കഴിവുള്ള കുട്ടിയാണ്. പക്ഷെ ഇവളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവള് ഭയങ്കരമായിട്ട് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഈ ഉൾവലിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് അതാണ് അവൾ സംസാരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചേക്കണം, ഭയങ്കരമായിട്ട് വോയിസ് ഷിവറിങ് ഉണ്ട് സംസാരിക്കുമ്പോ. അപ്പൊ അത് ഞാൻ ഇന്ന് പുറത്ത് ഇങ്ങനെ പറഞ്ഞ അവളോട് ഇങ്ങനെ തല്ലുപിടിച്ച് അതൊന്ന് ഞാൻ ഒന്ന് പെർഫെക്റ്റ് ട്യൂണിങ് പോലെ ആക്കി. ഓക്കെ, അങ്ങനെയാണ് കയറ്റിവിട്ടെ. അപ്പൊ അമ്മ ഉഷാമ ഇപ്പുണ്ട്. ഉഷാമ ഇത് കണ്ടിട്ട് വന്ന് ചോദിച്ചു, ദുർഗ രൗദ്രയായോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കയറ്റി വിട്ടതാ. എപ്പോഴും ചെയ്യാറുണ്ടത്. പച്ചമോനെ എന്തോ സത്യത്തിൽ അങ്ങ് ആരാണ്? അങ്ങനെ ഒരു ഇതുവരെ ഇത്ര നാളായിട്ട് ഇവിടെ ദുർഗ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വേറെയുടെ കാര്യം പലപ്പോഴും പറയാറുണ്ട്. ഇന്ന് അതൊന്നും ഇല്ലാതെ ഇത്രയും ഭംഗിയായിട്ട് പാടണമെങ്കിൽ ദുർഗയല്ല, ഗ്രീൻസൺ ചില്ലറക്കാരനല്ല. അതെ, എന്തായാലും കൊള്ളാം. പിന്നെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടത് നമ്മുടെ ഗ്രൂമേഴ്സ് വൈശാഖ്, സിയാദ്, ബാക്കിയുള്ള മറ്റുള്ളവരും. നിങ്ങളുടെയൊക്കെ ഹെൽപ്പ്, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പാടുന്നത്. കുട്ടികൾ ഇത്രയും എല്ലാ കുട്ടികളും പ്രത്യേകിച്ച് ഇന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ദുർഗയുടെ കാര്യം. ഇത്രയും നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് വളരെ അപൂർവം ചില പാട്ടുകളാണ് ഇവിടെ പാടിയിട്ടുള്ളത്. അതിൽ ഒരു പാട്ടാണ് ഇത്. സ്പെഷ്യലി കൺഗ്രാജുലേറ്റിംഗ് ബോത്ത് ഓഫ് യു, അപ്രീഷിയേറ്റിംഗ് ഗ്രീൻസൺ. ഗ്രേറ്റ് ജോബ്, കൊള്ളാം. എല്ലാ കുട്ടികൾക്കും ഇതുപോലെ മോട്ടിവേഷൻ കൊടുക്കും. അപ്പൊ പിന്നെ ഇനി വേറെ ഒന്നും പ്രത്യേകിച്ച് ഇല്ലല്ലോ. വേറെ എന്ത് ചേട്ടാ, മാർക്ക് കൊടുക്കണം, പറഞ്ഞു വിടണം. സ്റ്റാറോ കൊടുത്തേക്കല്ലേ, നമ്മുടെ ദുർഗു അല്ലേ? യെസ്. എന്തായാലും കുറെ നാളുകൾക്ക് ശേഷം ഉള്ളൊരു തിരിച്ചുവരവല്ലേ, അപ്പോ നമുക്ക് കാര്യമായിട്ട് ഞങ്ങൾ പരിഗണിച്ചേക്കാം. യെസ്. അപ്പോ ദുർഗക്കുട്ടിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക് 100 out of 100 പ്ലസ്. ഹൗ മെനി സ്റ്റാർസ്? ദുർഗുന് എത്ര സ്റ്റാർ വേണം?
3 stars. ഇത്രയൊക്കെ മതിയല്ലേ? അത് മതി ഇന്ന്. 3 അരവിന്ദ് ഏട്ടൻ എന്ത് പറയുന്നു? ഔട്ട് ഓഫ് 5 stars. അതിലും ഉൾവലിഞ്ഞു എത്ര സ്റ്റാർസ് കൊടുക്കണം അരവിന്ദേ? എത്ര സ്റ്റാർസ് ഞാൻ കൊടുക്കണം? പറയുന്നത് ദുർഗ 3 അല്ല, ഒരു 4 നമുക്ക് പിടിക്കാം. 4. എന്നാ നമുക്ക് ഇവിടെ നമ്മുടെ ഗ്രൂമേഴ്സ് വൈശാഖിനോടോ സിയാദിനോടോ ചോദിച്ചു നോക്കാം, എത്ര കൊടുക്കണം? നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെ പാടി? നിങ്ങൾക്കറിയാലോ, നിങ്ങൾ പഠിപ്പിച്ചതാണല്ലോ, നിങ്ങൾ ട്രെയിൻ ചെയ്തതാണല്ലോ. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് 5 സ്റ്റാർ കിട്ടാൻ തന്നെയാണ് ആഗ്രഹം. അപ്പൊ പിന്നെ യാതൊരു സംശയമില്ല, ദുർഗക്കുട്ടിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക് 100 out of 100 പ്ലസ് 5 stars. മധുരമഴയ്ക്ക് ഇവിടെ നിൽക്കുന്ന എല്ലാവരും അർഹരാണ്, ഞാനടക്കമുള്ളത്. ഇവിടെ നിന്ന് പോരട്ടെ ഒരു മധുരമഴ. അത് മാത്രമല്ല ദുർഗക്കുട്ടി ആയിരിക്കുമല്ലോ യെസ്. ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ. എന്നൊരു വെറൈറ്റിക്ക് ഗ്രീൻസും തന്നെ കൊടുക്കട്ടെ അല്ലേ? മോട്ടിവേറ്റ്. അതെ, മിടുക്കി. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ലിറ്റിൽ സൂപ്പർ സ്റ്റാറിന് കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. താങ്ക് യു ദുർഗക്കുട്ടി, എല്ലാവർക്കും താങ്ക് യു. അപ്പൊ മധുവങ്കിൾ, അരവിന്ദ് ഏട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഒത്തിരി ഹാപ്പി ആയിരുന്നു കേട്ടോ അരവിന്ദ് ഏട്ടൻ. ഭയങ്കര സന്തോഷം. ഞങ്ങൾ വിചാരിക്കുന്ന അരവിന്ദ് ഏട്ടൻ ഇവിടുത്തെ റൗണ്ട് ഒക്കെ ഇഷ്ടപ്പെട്ടു, പാട്ടുകളൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട് എന്ന്. പക്ഷെ ഇനി കുറച്ച് വിശേഷങ്ങളും കൂടെ അറിയണം. അതിന് 3 പേരെ ഒന്ന് സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാണ്. വെൽക്കം 3 ആൾക്കാരും. അരവിന്ദ് ഏട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ടോപ്പ് സിംഗർ വന്നിട്ടുള്ള എക്സ്പീരിയൻസ്? ഇത്രയും നാള് എപ്പോഴും കാണുന്നുണ്ട് അരവിന്ദ് ഏട്ടൻ പറഞ്ഞു, പക്ഷെ നേരിട്ടോ ഞങ്ങളുടെ കൂടെ എങ്ങനെ ഉണ്ടായി? അരവിന്ദ് ഇപ്പൊ ആദ്യമായിട്ട് വന്നതാന്ന് തോന്നുന്നില്ല. ഇല്ല, നമ്മുടെ കൂടെ വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ ഉള്ള ഒരാളുടെ പോലെയാണ് അല്ലേ? ഞാൻ ആക്ച്വലി ഫ്ലവേഴ്സ് ചാനൽ ഇതിനു മുമ്പ് ഒരു ഷോയില് ഞാൻ വന്നിട്ടുണ്ട്, മ്യൂസിക്കൽ വൈഫ് എന്ന് പറഞ്ഞൊരു ഷോയില്. വേണുചേട്ടനുള്ള സമയം, അച്ഛനുള്ള അതിനുശേഷം ഞാൻ വന്നു അടുത്ത സീസണില്. അതിൽ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോ ടോപ്പ് സിംഗറിൽ ആദ്യമായിട്ടാണ്. എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. ഇത് എനിക്ക് ഈ വിളി വന്നപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ എനിക്ക് റീൽസിൽ സെർച്ച് പേജിൽ വരുന്നത് ടോപ്പ് സിംഗറിന്റെ, അതെ, കുട്ടികളുടെ മാത്രമല്ല, മധുചേട്ടന്റെയും MJ സാറിന്റെയും ആര്യന്റെയും റെസ്പോൺസും അവർ പാടുന്ന പാട്ടുകളും ഇതൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നത് എനിക്കൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുമ്പോൾ എൻ്റെ കൂടെ ഞാൻ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞൊരാള് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, എൻ്റെ കൂടെ വന്നിട്ട് മധുചേട്ടനെ ആര്യ ചേച്ചിയൊക്കെ കാണണം എന്ന് പറഞ്ഞിട്ട് ഒരാള് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ കൂടെ വന്നിട്ടുണ്ട്. സോ എന്റെ കൂടെ വന്നിട്ടുണ്ട് ഒരാള്, ടോപ്പ് സിംഗറിന്റെ വലിയൊരു ഫാനാണ്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരിക എന്ന് അറിഞ്ഞ ഉടനെ എന്നെ വിളിച്ചു പറഞ്ഞു, വന്നിട്ട് മധുചേട്ടനെയും ആര്യനെയൊക്കെ കാണാൻ പറ്റുമോ, കൂടെ വരട്ടെ. മീനൂട്ടിനെ കാണണമെന്ന് പറഞ്ഞു, മീനൂട്ടിനെ സ്പെഷ്യൽ കാണണമെന്ന് പറഞ്ഞു. അതാ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ആ ഒരു സർപ്രൈസ് ഗസ്റ്റിനെ ഞാൻ അതാ വെൽക്കം ചെയ്യാണ്. വെൽക്കം. ആരെയും കാണുന്നില്ലല്ലോ. ഒന്ന് വരാനുള്ള സമയം അവർക്കൊന്ന് കൊടുക്കോ? ഇപ്പൊ ആ മുഖം കണ്ട് മധുവങ്കൾ ഞെട്ടും, മധുവങ്കൾ ഞെട്ടിത്തരിക്കും. ഒരു പക്ഷേ അത് വേണുചേട്ടനായിരിക്കാം. ആണെങ്കിൽ ആവാനും ആവാതിരിക്കാനും സാധ്യതയുണ്ട്. അതെ, ഇങ്ങനെയൊക്കെ ചെയ്യും. ശരിക്കും നോക്ക്. അപ്പൊ റെഡിയാണോ? ഓക്കെ, ഇതാ ഇപ്പൊ വരും. 3, 2, 1. എന്റെ പൊന്നെ, രക്ഷയില്ല. ഞങ്ങൾ ഇവിടുന്ന് പഠിച്ച പണി 18 നോക്കി, ഒരു രക്ഷയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം സംശയത്തോടെയാ കാണുന്നേ. മീനൂട്ടി എന്തെങ്ങനെ നിക്കുന്നേ, എന്താ നിങ്ങളൊക്കെ ചിരിക്കുന്നേ? അല്ല, ഇപ്പൊ അരവിന്ദ് പറഞ്ഞില്ലേ, ഇതിന് മുമ്പൊരു ബർത്ത്ഡേക്ക് ഞാൻ ഇങ്ങനെ ഓർക്കസ്ട്ര നോക്കിയപ്പോ പുറകിൽ നിന്ന് കണ്ടു എന്ന് പറഞ്ഞില്ലേ? അതൊരു അരവിന്ദിനോട് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നോക്കണം, ഇങ്ങനെ തിരിയണ സമയത്ത് ഞാൻ കണ്ടു ഇവിടുന്ന ഒരാള് വരണത്. ഞാൻ അപ്പുറത്തെ സൈഡിൽ നിൽക്കണമായിരുന്നു. അപ്പോ എനിക്ക് മനസ്സിലായി മോളെ. ഹാപ്പി ബർത്ത്ഡേ ഉണ്ടായിരുന്നു. ഓ, താങ്ക് യു. ഹാപ്പി
birthday to you, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഫ്ലവേഴ്സ് TV. താങ്ക് യു രാകേഷ് ആൻഡ് ക്രൂസ്. ഞങ്ങൾ Thank you, എന്തോരം ഹാപ്പി Thank you so ബർത്ത്ഡേ much. പക്ഷെ ഞങ്ങളാ സർപ്രൈസ് ഞങ്ങൾ Thank you, എന്തോരം excited ആയിട്ട് വെച്ചതാണെന്നറിയോ? താങ്ക് യു ആര്യ. താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു. ആ ഭാര്യ താങ്ക് യു സോ മച്ച്. ആന്റിക്ക് എന്നാ പറയാനില്ല അത് പറയോ? കൊറേ ദിവസമായി കണ്ടിട്ട് നമ്മള്. മീനൂട്ടിയായിട്ട് എനിക്ക് കോണ്ടാക്ട് ഉണ്ട്. അതുണ്ട്. അതെ. ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് കോണ്ടാക്ട് നടത്തിയായിരുന്നു. ഭാഗ്യത്തിന് അത് നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടല്ലേ? ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്താ പ്ലാൻ ചെയ്തൂടെ? അത് ശരി. എന്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അത് പറയുന്നു. ഞാൻ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ഫ്ലവേഴ്സിന് ഒത്തിരി താങ്ക് യു. മതിച്ചേട്ടന് ഇങ്ങനെ സർപ്രൈസസ് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ എല്ലാം പൊളിഞ്ഞു പോവാണല്ലേ? സാരമില്ല. തിരിച്ച് ഇങ്ങോട്ട് എന്നെ പേടിപ്പിക്കാറാ പതിവ്. ബർത്ത്ഡേ ആയിട്ട് ശരിക്കും എന്തൊക്കെയാ മധുങ്ങളുടെ പ്ലാൻ? ബർത്ത്ഡേ ആയിട്ട് ശരിക്കും ഞാനൊന്നും പ്ലാൻ ചെയ്യാറില്ല. എല്ലാം ഇവരൊക്കെയാണ് പ്ലാൻ ചെയ്യാറുള്ളത്. ദിവ്യ കാരണം ആന്റിയാ ഞാൻ എന്റെ ജീവിതത്തിൽ അങ്ങനെ ബർത്ത്ഡേ അങ്ങനെ ആഘോഷിക്കാറില്ല. കാരണം ഓരോ വയസ്സും കൂടിക്കൊണ്ടിരിക്കല്ലേ. വയസ്സാവുന്നു. ആ നമ്മൾ ഇങ്ങനെ ഫിനിഷിംഗ് ലൈനിലേക്ക് പോയിക്കൊണ്ടിരിക്കല്ലേ. അപ്പൊ ഞാൻ അതുകൊണ്ട് വിചാരിച്ചു ആർഭാടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ്. അതല്ല, ആർഭാടത്തിന്റെ കാര്യത്തിൽ കുറവൊന്നുമില്ല. പിന്നെ അപ്പൊ എല്ലാവരും ആഘോഷിക്കണ കാണാൻ എനിക്കിഷ്ടം. ഓക്കെ. പിന്നെ ദിവ്യാനിയുടെ പ്രിപ്പറേഷൻ അല്ല മധുവങ്കളുടെ ബർത്ത്ഡേക്ക്? മതിച്ചേട്ടന്റെ യൂഷ്വലി ഞാൻ തലേദിവസം ഇങ്ങനെ 12 o'clock ഒരു സർപ്രൈസിന് വേണ്ടിയിട്ട് ഇനീഷ്യലി മതിച്ചേട്ടന് അറിയില്ലായിരുന്നു. ആദ്യത്തെ വർഷം ഒക്കെ. പിന്നെ എന്നോട് ചോദിക്കും താൻ എവിടെയാ എന്താ ഒളിച്ചു വെച്ചിരിക്കുന്നേ? അന്നാ പിന്നെ ചേച്ചിയാണ് ഇവരെ ചീത്തയാക്കി. അതുകൊണ്ടാണ് ഇത് മനസ്സിലായത്. ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയി തപ്പും വീടിന്റെ. എന്നാ ഞങ്ങളെ സമാധാനിപ്പിക്കാനെങ്കിലും ഒന്ന് അഭിനയിച്ചൂടെ മധുവങ്കൾ? കാറിന്റെ ഡിക്കിൽ വരെ പുറത്തുറന്ന് നോക്കും, സീറ്റിന്റെ പുറകില്. അപ്പൊ ഇപ്രാവശ്യത്തെ ഗിഫ്റ്റ് എന്താ? ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ പറ എന്നാ. ഒരു ബ്രേസ്ലെറ്റ് ആണ്. താങ്ക് യു. പക്ഷെ സർപ്രൈസ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയും വരുന്നു. ഇനിയുണ്ട്. എങ്ങു നിന്നു വന്ന പഞ്ചവർണ്ണ കിളി നീയോ, എന്നും എന്റെ എന്നു ചൊല്ലുവാനോ ഇഷ്ടമേറെ. നീ എൻ മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ മൗനസ്വരമായി ജന്മങ്ങളിൽ. മോഹം കൈ നീട്ടുന്നു വീണ്ടും. തങ്കക്കിനാവിലൊന്നിച്ചിരുന്നു കന്നിത്തേരി തെളിക്കാനായി. നെഞ്ചോരം നാളം തേടിയോ. സൂപ്പറായിട്ടുണ്ടല്ലോ. ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണിനു കണ്ണാമിൻ കൺമണി. ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണിനു കണ്ണാമിൻ കൺമണി. കണ്ണൂഞ്ചലാടും മംഗൾമണി നിൻ മാകടി തിങ്കളിൻ മധുമലർമടിത്തട്ടിൽ പൊന്മാനോ പാൽക്കനവോ. നിൻ ജീവനിൽ ഒഴുകുന്നു ഞാൻ ഒരു സ്നേഹഗംഗാ നൈർമല്യമാ. ആരു തരും ഇനി ആരു തരും ഒരു രാക്കിളിപ്പാട്ടിന്റെ കൂട്. ആരു തരും നമുക്കാരു തരും മണിക്കനവിന്റെ മതിലുള്ള വീട്. താമരക്കൂട്ടിൽ കിനാവിന്റെ മേട്ടിൽ നാം ഒന്നിച്ചു ചേരുന്നതിന്നോ. ചന്ദനത്തിന് തലോടുന്നതിന്നോ നാം ഒന്നിച്ചു പാടുന്നതിന്നോ. ആരു തരും ഇനി ആരു തരും ഒരു രാക്കിളിപ്പാട്ടിന്റെ കൂട്. ആരു തരും നമുക്കാരു തരും മണിക്കനവിന്റെ മതിലുള്ള വീട്. മഞ്ചാടി മഴ പുഞ്ചിരി കൊഞ്ചലുകൾ പഞ്ചാരമണി ചുണ്ടിലെ ചുംബനങ്ങൾ എന്നോടു പറയാത്ത സ്വകാര്യങ്ങൾ. പൂമുല്ലേ നിലാമുല്ലേ പൂക്കാലം വിളിക്കുന്നു വാവാ. മഞ്ചാടി മഴ പുഞ്ചിരി കൊഞ്ചലുകൾ പഞ്ചാരമണി ചുണ്ടിലെ ചുംബനങ്ങൾ
മധുങ്കൾ ഓ ഇതായിരുന്നു ഇവിടുത്തെ എല്ലാവരുടെയും ബർത്ത്ഡേ ഗിഫ്റ്റ് കേട്ടോ. ഇതിനെ കൂടുതൽ ഇനി എന്ത് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടാനാ എനിക്ക്. കൊള്ളാം, എല്ലാരും സൂപ്പറായിട്ട് പാടി. ചില പാട്ടുകളൊക്കെ ഇത്രയും ഭംഗിയുണ്ടായിരുന്നു ഇവര് പാടുമ്പോഴാണ് അറിയണത് ഇത്ര നല്ല പാട്ടായിരുന്നല്ലേ എന്ന്. ഓക്കെ, മധുങ്കളുടെ ബർത്ത്ഡേ ആണല്ലോ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ കൂടുതൽ സ്നേഹം കൊണ്ട് തോന്നാം. ആണല്ലേ? അത്രയും സ്നേഹത്തിൽ പാടി തരുന്നോണ്ട് എന്തായാലും വളരെ 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 സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഫ്ലവേഴ്സ് ചാനല്, രാകേഷ്, കൂടെയുള്ള എല്ലാവർക്കും, ടോപ്പ് ബാൻഡിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഈ ഫ്ലവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. താങ്ക് യു സോ മച്ച്. മധുങ്കൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ഓഡിയോ ആയിട്ട് ഒരു വിഷു വന്നിട്ടുണ്ട്, അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. കേൾക്കാം. ഓക്കെ. ഹായ്, ഈ ശബ്ദം മനസ്സിലായോ? ഈ ശബ്ദം മനസ്സിലായോ? സുജ ചേച്ചി ആണോ? ചിത്ര ചേച്ചി, നമ്മൾ കുറെ പാട്ട് ഒരുമിച്ച് പാടിയിട്ടുണ്ട് മധുചേട്ടാ. ആ, yeah, yeah, yeah. Yes, yes, yes. Hi, സുജ ചേച്ചി. ഹാപ്പി ബർത്ത്ഡേ മധു. താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു സോ മച്ച്. സന്തോഷായിട്ട് ദീർഘായുസോടുകൂടി നിറയെ പാട്ട് പാടി ദിവ്യയുടെ കൂടെയും പിള്ളേരുടെ കൂടെയും എല്ലാ ആരോഗ്യത്തോടു കൂടിയും എല്ലാ ഭാഗ്യത്തോടു കൂടിയും ദീർഘായുസോടെ സന്തോഷായിട്ട് ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ചേച്ചി. രമ്യ സുചേച്ചി. താങ്ക് യു ചേച്ചി. ലവ് യു ചേച്ചി. സുജാതാന്റി വന്നല്ലോ, അതെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരാളും കൂടി വരണല്ലോ. വേണമല്ലോ. ആ. അപ്പൊ നമുക്ക് ചിത്ര ആന്റിയുടെ വിഷയം കൂടെ കേൾക്കാം. ഹാപ്പി ബർത്ത്ഡേ മധു. ഇതൊരു സർപ്രൈസ് ആണെന്ന് എനിക്കറിയാം. ഇന്ന് അവിടെ എല്ലാവരും മധുവിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണെന്നറിയാം. എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ സ്നേഹവും ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളൊരു സിംഗറാണ് മധു. സിംഗർ എന്ന് ഞാൻ പറയില്ല, കാരണം എൻ്റെ ഒരു അനിയനാണ് മധു. ഒരു സിംഗർ എന്നുള്ള നിലയിൽ ഒരുപാട് റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ എനിക്ക് മധുവിനോടുണ്ട്. അത് മധുവിന് തന്നെ അറിയാം. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാറുമുണ്ട്. അപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിലും എനിക്ക് വളരെ ബഹുമാനമാണ് മധുവിനോട്. അതുപോലെ തന്നെ ഒരു സിംഗർ എന്നുള്ള നിലയിലും എനിക്ക് ഒരുപാട് ബഹുമാനവും ആരാധനയാണ് മധുവിനോട്. മധുവിൻ്റെ ശബ്ദം, പാടുന്ന വിധം, സംഗതികളുടെ പെർഫെക്ഷൻ, ശ്വാസം പിടിച്ചു നിർത്താനുള്ള ലങ് കപ്പാസിറ്റി, ഇതെല്ലാം മധുവിൻ്റെ കാര്യത്തിൽ എല്ലാവരും കണ്ടു പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ വിനയം, ഭക്തി എല്ലാം ഉള്ള ഒരു പയ്യനാണ് മധു. അപ്പം മധു ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു ദിവസം എൻ്റെ ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു പിറന്നാളാകട്ടെ എന്ന് ആശംസിക്കുന്നു. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ മാ. ചിത്ര ചേച്ചി ധന്യനായി, ഒത്തിരി ധന്യനായി. താങ്ക് യു സോ മച്ച് ചേച്ചി. വളരെ വളരെ സന്തോഷം, വളരെ സന്തോഷം ചേച്ചി. ഒട്ടും പ്രതീക്ഷിച്ചില്ല ചേച്ചിയൊക്കെ ഇന്ന് വിഷ് ചെയ്യുന്നു. ഇങ്ങനെ ഇതൊരു ശരിക്കൊരു സർപ്രൈസ് ആയി. താങ്ക് യു സോ മച്ച്. മധുങ്കൾ ഇല്ല, ഇതിന് അത്ഭുതപ്പെട്ടില്ലെങ്കിലാ ഭയങ്കര ചെറുപുറവും ഞെട്ടിക്കോണം, മനസ്സിലായോ? ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരണമായിരുന്നു. അതില്ലാതെ എന്ത് ആഘോഷം. തന്നിരിക്കും. ചേട്ടൻ ഒന്ന് പോയിട്ട് വരട്ടെ. അതല്ല മധുങ്കൾ, ഞങ്ങള് ഗിഫ്റ്റ് വാങ്ങി. നിങ്ങൾ തരുന്നുണ്ടോ? ഞാൻ വിചാരിച്ചു ഞാൻ നിങ്ങൾക്ക് തരണം. റിട്ടേൺ ഗിഫ്റ്റ്. മധുചേട്ടാ ഓ ഭയങ്കര ഹാപ്പി ഇന്ന്. എന്താ, ദിവ്യ ചേച്ചിയുണ്ട്, അരവിന്ദേട്ടനുണ്ട്, കുട്ടികളെല്ലാരും ഉണ്ട്. ഇന്ന് മധുചേട്ടന്റെ ബർത്ത്ഡേ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ആഘോഷിക്കാൻ പറ്റിയതിലും അതിലൊരു ഭാഗമാവാൻ കഴിഞ്ഞാലും ഒത്തിരി 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 സന്തോഷം. പിന്നെ മധുചേട്ടനെ പറ്റി പറയുകയാണെങ്കിലേ പ്രായ വ്യത്യാസവും ഇല്ല ആരടുത്തും, എല്ലാരടുത്തും ഒരുപോലെയാണ് പെരുമാറുന്നത്. കാരണം ഞാൻ കുട്ടിയാണ്. ആണ്, അത് ഞാൻ സമ്മതിച്ചു തരുന്നു. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ മധുചേട്ടാ. താങ്ക് യു ആര്യ. താങ്ക് യു സോ മച്ച്. എനിക്കും എൻ്റെ മധു അങ്കിളും എൻ്റെ ആൻറ്റിയും എന്നും ഒത്തിരി സ്പെഷ്യലാണ്. കാരണം ഞാൻ ഒത്തിരി ചെറുതാവുമ്പോൾ തൊട്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഞാൻ വലുതായപ്പോൾ ഓൾറെഡി എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അത് മനസ്സിലാകുന്നില്ല ഞാൻ വലുതാകുന്ന കാര്യം. അതുപോലെ അത് മനസ്സിലാവാത്ത രണ്ടാൾക്കാരാണിത്. മനസ്സിലായിട്ടില്ല, പുറ നിറഞ്ഞു. അതെ അതെ അതെ. എന്നെ എപ്പോ കണ്ടാലും എന്നെ കേട്ടോ, എനിക്ക് സെർലാക്ക് വേണോ അങ്ങനെ നോക്കുന്ന, എന്നെ എപ്പോഴും ഭയങ്കര കുഞ്ഞുവാവെ പോലെ കാണുന്ന രണ്ടാൾക്കാരാണ്. എനിക്കൊന്നൊരു 10-11 വയസ്സിലായിരിക്കും ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ മധുവങ്കൾ ഫ്ലോറിലൊക്കെ വന്ന് എന്നെ എടുത്തിട്ടൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്കിപ്പോ ഈ ഒക്ടോബറിൽ 21 വയസ്സാവും. എനിക്ക് ഇപ്പോഴും മധുവങ്കളുടെ അടുത്ത് മധുവങ്കൾ എന്നെ ഒന്ന് എടുത്തത്
ഞാൻ ഇപ്പോഴും മധുവങ്ങളുടെ അടുത്ത് പറയാറുമുണ്ട്. എന്റെ ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്ത് പൊക്കിയായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയിട്ട് മധുവങ്ങള ഇപ്പൊ 40 കിലോ ആയി കാണും, ഇപ്പൊ 41 കിലോ ആയി കാണും. കാരണം എനിക്ക് എന്റെ അച്ഛൻ്റെ അടുത്ത് പറയുന്ന പോലെ അത്രയും സ്വാതന്ത്ര്യമുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മധുവങ്ങളും ആന്റിയും ഉറപ്പായിട്ടും ഉണ്ടാവും. അതെന്റെ പ്രോമിസ് ആണ്. എനിക്ക് എന്തും അങ്ങനെ. ആയിക്കോട്ടെ, നമുക്ക് ടോപ്പ് സിംഗറിന്റെ വക ഒരു പ്രൊഫൈലും കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് കാണാം. ഓക്കെ. പുഞ്ചിരി കൊഞ്ചലുകൾ പഞ്ചാരമണി ചുണ്ടിലെ ചുംബനങ്ങൾ എന്നോട് പറയാം. തന്റെ മനോഹരമായ ശബ്ദം കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ പ്രിയപ്പെട്ട ഗായകൻ ശ്രീ മധു ബാലകൃഷ്ണൻ. ഇതെല്ലാം പാക്കാമ നമ്മ പാട്ടിൽ പോയിട്ടേ ഇരിക്കണം. മല്ലികപ്പൂ തൊട്ട് ടോപ്പ് സിംഗറിലെ ജഡ്ജ് എന്നതിനപ്പുറം തന്റെ കൂൾ ലുക്കും ക്യൂട്ട് ചിരിയും കൊണ്ട് കുട്ടി പാട്ടുകാരുടെ പ്രിയങ്കരനായി മാറിയ അവരുടെ പ്രിയപ്പെട്ട മധു. ദക്ഷിണേന്ത്യയിലെ വിവിധ ഭാഷകളിലായി ആയിരക്കണക്കിന് പാട്ടുകൾ പാടി നമ്മെ വിസ്മയിപ്പിച്ച അദ്ദേഹം തനതായ ആലാപന ശൈലിയിലൂടെ തമിഴ്നാട് സർക്കാരിന്റെ സംസ്ഥാന പുരസ്കാരമടക്കമുള്ള അംഗീകാരങ്ങൾ നേടി സംഗീത ലോകത്ത് തന്റേതായ ഒരിടം കണ്ട് മലയാളികളുടെ കാതുകളിൽ അങ്ങയുടെ മനോഹരമായ ഈ ശബ്ദം നല്ല പാട്ടുകളായി ഇനിയും ഇനിയും പെയ്തിറങ്ങട്ടെ. പകരം വെക്കാനില്ലാത്ത ആ ശബ്ദ സൗന്ദര്യത്തിന് ടോപ്പ് സിംഗർ കുടുംബത്തിന്റെ സ്വന്തം മധു അങ്കിളിന് 1000 ജന്മദിനാശംസകൾ നേരുന്നു. സത്യം താങ്ക് യു ഫ്ലവേഴ്സ് ടീം. താങ്ക് യു സോ മച്ച് മിസ്റ്റർ രാഘു. താങ്ക് യു. ഒത്തിരി സന്തോഷത്തോടെ പ്രിയപ്പെട്ട മധുചേട്ടന് താങ്ക് യു സോ മച്ച് ആര്യ. താങ്ക് യു വൺസ് അഗൈൻ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഇതായിരുന്നു ആന്റിയും ഞാനും കൂടെ പ്ലാൻ ചെയ്ത ആ സർപ്രൈസ്. പക്ഷെ സെലക്ഷൻ എന്റെ മാത്രമായിരുന്നു. ഞാൻ 2-3 കടകളിൽ കയറി എന്റെ അച്ഛനോടും അമ്മയോട് ചോദിച്ചറിയാം. ഞാൻ ഒരു സ്ഥലത്ത് കയറും, എനിക്ക് ഇഷ്ടപ്പെടില്ല, ഞാൻ വീണ്ടും തിരിച്ചിറങ്ങും. അങ്ങനെ ഞാൻ 3-ാമത്തെ കടയിൽ നിന്നും തപ്പിയെടുത്ത എന്നുവെച്ചാൽ ഇത് മധുവങ്ങൾ ഇട്ട അത്രയ്ക്ക് സൂപ്പർ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുള്ളത്. ഇത് കുളിനി ആരും മനസ്സിലാക്കാൻ. ഓക്കെ മധുവങ്ങൾ, താങ്ക് യു സോ മച്ച്. ഇത്ര ആയ സ്ഥിതിക്ക് നമുക്കൊരു കേക്ക് മുറിക്കാം. അതിനാണ് ഈ കണ്ട ആൾക്കാരെല്ലാം വെയിറ്റ് ചെയ്യുന്നത്. മധുവങ്ങൾ, കേക്കൊക്കെ വന്നു. അത് നമ്മൾ മുറിക്കുന്നതിന് മുന്നേ എപ്പോഴും ഞാൻ ആന്റി വരുമ്പോ പറയാറുണ്ട്, മധുവങ്ങൾ ആന്റിക്ക് വേണ്ടി ഒരു 2 വരി പാടിക്കൊടുക്കണം ഇവിടുന്ന്. അല്ല 2 വരി ഡിവറ്റ് പാടാം. എന്നാ ഡിവറ്റ് പാടാം 2 പേര്. എന്നാലും കുഴപ്പമില്ല. എന്നാ ഓക്കെ, എന്നാ ഡിവറ്റ്. എന്നാ 2 കൂടി ഒരു ഡിവറ്റ്. ഇപ്പൊ തന്നെ വേർത്ത് കുളിക്കാൻ തുടങ്ങി. സർപ്രൈസ് തരാൻ വന്ന ആൾക്കാണ് സർപ്രൈസ് ആഫ്റ്റർ സർപ്രൈസ് വന്നോണ്ടിരിക്കുന്നത്. മുത്തേ നിന്നെ കണ്ടിട്ടിന്നുള്ളിൽ മെല്ലെ പൂവിട്ടല്ലോ പ്രേമമല്ലിപ്പൂ. മല്ലിപ്പൂവെന്നും ചൊല്ലിക്കൊണ്ടെന്നിഷ്ടം കൂടാനത്ത് കള്ളനല്ലേ നീ. ഒന്നു കാണാൻ എത്ര നാളായി കാത്തിരുന്നെന്നോ കൂട്ടിലെത്തിയ പൂങ്കിന പെണ്ണെ. ഓ മുത്തേ നിന്നെ കണ്ടിട്ടിന്നുള്ളിൽ മെല്ലെ പൂവിട്ടല്ലോ പ്രേമമല്ലിപ്പൂ. പാടോ ഒരു വലിയ ദീർഘനിശ്വാസം. ഓക്കെ സന്തോഷമായിട്ടിരിക്കട്ടെ. മതി ഇത്ര പാട്ട് മതി നമുക്ക്. പിന്നെ ഈ കേക്കിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് പർപ്പിൾ കളറാ, കണ്ടോ? നമ്മളിത് പറഞ്ഞു ചെയ്യിപ്പിച്ചതായി പർപ്പിൾ. ശരിയാണല്ലോ. നമുക്ക് കേക്ക് മുറിക്കാം. ബയോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ മധുചേട്ടൻ. ഹാപ്പി ബർത്ത്ഡേ ടു യു. എത്ര കണ്ടാലും മതിവരില്ലല്ലോ നിന്റെ നിലാചന്തം. പിന്നിൽ നിന്നിന്റെ കണ്ണു പൊത്തുമ്പോ എന്നെ മറന്നു ഞാൻ. നിലാ
കരിവണ്ടായി ഞാൻ മോഹിച്ചു. അപ്പൊ മധുക്കൾ ഒത്തിരി സന്തോഷല്ലേ? വളരെ വളരെ സന്തോഷം. വളരെ എന്ന് പറഞ്ഞാൽ അങ്ങ് എന്താ പറയാ പറയാൻ വാക്കുകളില്ല. അതെ, അങ്ങ് ഒത്തിരി സന്തോഷം. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുള്ള ദിവസാ. മതിച്ചേട്ടന്റെ വീട്ടിൽ പറയാറുള്ള വാക്ക് അനർഗള നിർഗളമായ സ്നേഹം. അതുപോലത്തെ ഒരു സ്നേഹമാണ് ഇപ്പൊ വന്നത്. ഓർമ്മിപ്പിച്ചതിന് നന്ദി. അതെ, പക്ഷെ ഇപ്പൊ നമ്മൾ ഇനി ശരിക്കും മൈൻഡ് അപ്പ് ചെയ്യാൻ പോവാ കേട്ടോ. ഇനി സർപ്രൈസ് ഇല്ല, കഴിഞ്ഞു. ഞാൻ വരാനില്ലല്ലോ. ഇനി ആരും വരാനില്ല, നമ്മളൊക്കെ തന്നെയുള്ളൂ. അതെ, അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി സന്തോഷത്തില്. ടാറ്റ, ബൈ, സീ യു. ഗുഡ് നൈറ്റ്.